ആഗോള പ്രതിരോധ കയറ്റുമതിയിൽ മുൻപന്തിയിൽ നിൽക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം ഇനിയൊരു ഫാന്റസിയല്ല, അത് നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുകയാണ്. വിപുലമായ പരിഷ്കാരങ്ങൾ, ഉയർന്നു വരുന്ന വ്യാവസായിക മേഖല, സ്വാശ്രയത്തിനായുള്ള ദേശീയ ലക്ഷ്യം എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ പ്രതിരോധ കയറ്റുമതി കുതിച്ചുയർന്നു. അതായത് 35 മടങ്ങ് വളർച്ച. ഈ കയറ്റുമതി കുതിച്ചുചാട്ടം ഒരു സാമ്പത്തിക അവസരം മാത്രമല്ല, ഇതൊരു തന്ത്രപരമായ വിഷയം കൂടിയാണ്. പ്രതിരോധ സഹകരണത്തിൽ ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയായി ഉയർന്നു വരുന്നു. ഇത് ഭൗമരാഷ്ട്രീയ സ്വാധീനം മാറ്റാനും അതിനെ കൂടുതൽ ആഴത്തിലാക്കാനും സഹായിക്കുന്നു. എന്നിരുന്നാലും ദീർഘകാല തന്ത്രം ഒരു നിർണായക മാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യാവസായിക വളർച്ചയുടെ വിവർത്തനത്തിലൂടെ പ്രവർത്തന മികവും ആഗോള വിശ്വാസവും കൈവരിക്കുക. ഇന്ത്യയിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് വെറുമൊരു ബിസിനസ് അവസരമല്ല, രാജ്യത്തിന് തന്ത്രപരമായ പ്രാധാന്യമുള്ളതാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ സംരംഭങ്ങൾക്ക് കീഴിലാണ് സർക്കാർ ഈ മാറ്റം സംഘടിപ്പിച്ചത്. ഈ മാറ്റത്തിന് കേന്ദ്ര നയവും പ്രത്യയശാസ്ത്ര അടിത്തറയും ഇവ നൽകുന്നു. പ്രതിരോധത്തിൽ സ്വയം പര്യാപ്തത എന്നാൽ ഇറക്കുമതി കുറയ്ക്കുക മാത്രമല്ല, പൊതു സ്വകാര്യ മേഖലകളിലുള്ള ഇന്ത്യൻ പ്രതിരോധ വ്യവസായം ലോകോത്തര ശേഷിയിലേക്ക് പരിണമിക്കുകയും ഉയർന്ന നിലവാരമുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ആഗോള വിതരണക്കാരായി മാറുകയും ചെയ്യുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പല അവസരങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ദർശനത്തെ പിന്തുണയ്ക്കുന്നതായി നിർണായകമായ ഒരു കൂട്ടം നയങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. വിദേശ നിക്ഷേപവും നൂതന സാങ്കേതിക വിദ്യയും ആകർഷിക്കുന്നതിനായി ഓട്ടോമാറ്റിക് റൂട്ടിലൂടെ 74% വരെയും സർക്കാർ റൂട്ടിലൂടെ 100% വരെയും നിക്ഷേപം അനുവദിക്കുന്നു. FDI നയങ്ങളിൽ സർക്കാർ ഇളവ് വരുത്തിയിട്ടുണ്ട്. 5 പോസിറ്റീവ് സ്വദേശിവൽക്കരണ പട്ടികകൾ പുറത്തിറക്കിയത് 509 പ്ലാറ്റ്ഫോമുകൾ, സിസ്റ്റങ്ങൾ, ആയുധങ്ങൾ എന്നിവ ഇന്ത്യയിൽ മാത്രമായി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അജണ്ട അതിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഇത് പ്രാദേശിക വ്യവസായങ്ങൾക്ക് സ്ഥിരമായ ആവശ്യകതയുള്ള ഒരു ലാൻഡ് ലോക്ക്ഡ് മാർക്കറ്റ് ഉറപ്പു നൽകുന്നു. ഉത്തർപ്രദേശിലും തമിഴ്നാട്ടിലും 2 പ്രതിരോധ വ്യാവസായിക ഇടനാഴികൾ സൃഷ്ടിക്കുന്നത് നിക്ഷേപം ആകർഷിക്കുന്നതിലൂടെയും ശക്തമായ വ്യാവസായിക അടിത്തറകൾ കെട്ടിപ്പടുക്കുന്നതിലൂടെയും ഈ നയത്തെ പൂരകമാക്കുന്നു. പ്രതിരോധ പരിഷ്കാരങ്ങൾ സർക്കാർ നയത്തിലെ ഒരു അടിസ്ഥാന മാറ്റത്തെ വ്യക്തമാക്കുന്നു. നയത്തിലെ മാറ്റം ഇന്ത്യയിലെ പ്രതിരോധ മേഖലയിൽ അസാധാരണമായ പുരോഗതിക്ക് കാരണമായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രതിരോധ കയറ്റുമതി മൂല്യത്തിൽ ഏകദേശം 35 മടങ്ങ് വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2013-14 സാമ്പത്തിക വർഷത്തിൽ 686 കോടിയിൽ നിന്ന് ഈ കയറ്റുമതിയുടെ മൂല്യം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 23,622 കോടി ആയി ഗണ്യമായി വർദ്ധിച്ചു. അതായത് $2.8 ബില്യൺ. ഇതേ കാലയളവിൽ ആഭ്യന്തര പ്രതിരോധ ഉൽപ്പാദനം 3 ഇരട്ടിയിലധികം വർദ്ധിച്ചു. 2014 40,000 കോടി രൂപയിൽ നിന്ന് 2024-25 സാമ്പത്തിക വർഷത്തിൽ 1.5 ലക്ഷം കോടിയിലധികമായി. ഈ വർഷത്തോടെ ഏകദേശം അത് 2 ലക്ഷം കോടിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 35 മടങ്ങ് വർധനവ് തികച്ചും ഒരു നേട്ടമാണെങ്കിലും അത് വളരെ താഴ്ന്ന അടിത്തറയിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന കോട്ടവുമുണ്ട്. കൂടാതെ ആഗോള കയറ്റുമതിയിൽ ഇന്ത്യക്ക് മുൻനിരയിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടുമില്ല. $2.8 ബില്യൺ കയറ്റുമതി ബജറ്റ് ഉണ്ടായിട്ടും അതിപ്പോഴും രാജ്യത്തിൻ്റെ സ്വന്തം പ്രതിരോധ ബജറ്റിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇത് ഏകദേശം $93 ബില്യൺ. ആഗോള കയറ്റുമതി വിപണിയിൽ മത്സരിക്കാനുള്ള കഴിവ് ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വ്യവസായത്തിൽ ഒരു ആഗോള സൂപ്പർ പവറായി കണക്കാക്കാൻ ആവശ്യമായ ഒരു സ്കെയിൽ ഇതുവരെ നേടിയിട്ടില്ല. കുത്തനെയുള്ള വളർച്ചയുടെ രീതിയിലേക്ക് രാജ്യം നീങ്ങുമ്പോൾ ഗുണനിലവാര നിയന്ത്രണം, ഉൽപ്പാദന നിലവാരം, കടുത്ത ആഗോള മത്സരം എന്നിവയെ ചുറ്റിപ്പറ്റി പുതിയ വെല്ലുവിളികൾ ഉയർന്നു വരുമെന്ന് ഉറപ്പാണ്. ഈ വർഷം 30,000 കോടിയും 2029 ആകുമ്പോഴേക്കും 50,000 കോടിയും ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രത്യേകത. ഇനിയും എത്രത്തോളം ജോലികൾ മുന്നിലുണ്ട് എന്നതിനെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ അവബോധത്തിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഇവ. ഇന്ത്യയുടെ പ്രതിരോധ പരിവർത്തനത്തിൻ്റെ ഒരു പ്രധാന സ്തംഭം അതിൻ്റെ സ്വകാര്യ മേഖലയുടെ തന്ത്രപരമായ വളർച്ചയും സംയോജനവുമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ മൊത്തം പ്രതിരോധ ഉൽപ്പാദനത്തിൽ ഈ വ്യവസായ വിഭാഗത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന സംഭാവന കണ്ടു. ഇത് 22.56%. ഇന്ത്യയുടെ നാവിക കര സംവിധാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സംഭാവന നൽകുന്ന ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാപനങ്ങളിലൊന്നായി
ലാർസൻ ആൻഡ് ടൂബ്രോ അതായത് L&T ഉയർന്നു വന്നു. അതുപോലെ കല്യാണി ഗ്രൂപ്പിലെ ഭാരത് ഫോർജ് അവരുടെ ബിസിനസ് ശ്രദ്ധ ഓട്ടോമേറ്റീവ് ഘടകങ്ങളിൽ നിന്ന് പ്രതിരോധത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. DRDOയുമായി ചേർന്ന് കമ്പനി വികസിപ്പിച്ചെടുത്ത അഡ്വാൻസ്ഡ് ടോപ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം ഉപയോഗിച്ച് അതുല്യവും തദ്ദേശീയവുമായ കഴിവിനെ പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ പ്രധാന ഉൽപ്പന്നങ്ങളിലൊന്ന് അവർക്കുണ്ട്. അർമേനിയ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് 100 ആർട്ടിലറി തോക്കുകൾ അയക്കുന്നതിലും കമ്പനിക്ക് കയറ്റുമതി നേട്ടങ്ങളുണ്ട്. AH-64 അപ്പാച്ചെ ഹെലികോപ്റ്ററിനും C-130J ട്രാൻസ്പോർട്ടേഷനും ആവശ്യമായ സുപ്രധാന ആക്സസറികൾ നിർമ്മിക്കുന്നതിന് ബോയിങ്, ലോക്ഹീഡ് മാർട്ടിൻ തുടങ്ങിയ ആഗോള എയറോസ്പേസ് കമ്പനികളുമായി സഹകരിച്ച് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യയുടെ കയറ്റുമതി നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നു. പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടായിട്ടും പ്രവർത്തന യാഥാർത്ഥ്യങ്ങളും ദൗത്യ ലക്ഷ്യങ്ങളും തമ്മിൽ ഇപ്പോഴും കൃത്യമായ വൈരുദ്ധ്യമുണ്ട്. സ്വകാര്യ വ്യവസായത്തെ സഹായിക്കുന്നതിനായി പൊതു സംഭരണ ബജറ്റിൻ്റെ 75% ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള കമ്പനികൾക്ക് അനുവദിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു. എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോഴും സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികളിൽ നിന്ന് കടുത്ത മത്സരം നേരിടുന്നു. ഇന്ത്യയുടെ ദേശീയ പ്രതിരോധ സംവിധാനത്തിൻ്റെ നട്ടെല്ലാണ് DRDO. പൊതുമേഖലയ്ക്കും വാണിജ്യ ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പ്രധാന ഗവേഷണ വികസന സ്ഥാപനമാണ്. ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനത്തിൻ്റെ പൂർണ്ണശേഷി തിരിച്ചറിഞ്ഞ ഇന്ത്യക്ക് നിരവധി ലാഭകരമായ കരാറുകൾ ലഭിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട 3 ബ്രഹ്മോസ് മിസൈൽ ബാറ്ററികളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഫിലിപ്പീൻസുമായി ഉണ്ടാക്കിയ $375 മില്യൺ കരാറാണ്. ഇതൊരു ലാഭകരമായ കരാർ മാത്രമല്ല, ഇതൊരു മികച്ച തന്ത്രപരമായ നീക്കവുമാണ്. മറ്റ് പ്രാദേശിക മിസൈൽ കയറ്റുമതികളിൽ നിന്ന് വ്യത്യസ്തമായി ഗവേഷണത്തിലും നിർമ്മാണത്തിലും ഇന്ത്യയുടെ കഴിവ് ബ്രഹ്മോസ് പ്രദർശിപ്പിക്കുന്നു. ഈ കരാർ വെറുമൊരു കരാറല്ല, ചൈനയുടെ വെല്ലുവിളിയിൽ പകച്ചു നിൽക്കുന്ന ഫിലിപ്പീൻസ് എന്ന രാജ്യത്തിനത് പ്രതീക്ഷ നൽകുന്നു. കൂടാതെ ഒരു ചെറിയ സഹ്യകക്ഷിയെയും ഇന്ത്യക്ക് ലഭിക്കുന്നു. മാത്രമല്ല, ഫിലിപ്പീൻസിന് ബ്രഹ്മോസ് വിൽക്കുന്നത് വിശാലമായ ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥയെ ശ്രദ്ധിക്കുക മാത്രമല്ല, അതിൻ്റെ പ്രാധാന്യവും ഇത് സൂചിപ്പിക്കുന്നു. ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ ആക്രമണാത്മക നിലപാടുകളെ ചെറുക്കാനുള്ള കഴിവ് ഫിലിപ്പീൻസിന് നൽകുന്നു. ഇത് വിശാലമായ ഇൻഡോ പസഫിക് മേഖലയിൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഇന്ത്യക്ക് നൽകുന്നു. എന്നിരുന്നാലും രാജ്യങ്ങൾ അത്തരം ഇടപാടുകളെ പൊതുവായ വാണിജ്യ കരാറുകളോ വ്യാപാര നയതന്ത്രമോ ആയി കണക്കാക്കുന്നില്ല. പകരം ഒരു രാഷ്ട്രം അതിൻ്റെ പ്രദേശത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി സൈനിക സാങ്കേതികവിദ്യ രൂപകൽപ്പന ചെയ്യുന്നതിനും സഖ്യരാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെയും അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. പ്രധാനമായും ഇന്ത്യയുടെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ചൈന, ആ ചൈനയെ മറ്റൊരു രാജ്യവും ശത്രുവായി കാണുന്നത് കൊണ്ട് തന്നെ ഇവിടെ പൊതുവായ ഒരു പ്രതിരോധ പങ്കാളിയും സഖ്യകക്ഷികളും രൂപപ്പെടുകയാണ്. ഒരുപക്ഷെ ലോകത്തെ ഇത്തരം സംഭവവികാസങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനവധി മേഖലകളിൽ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന നിലയിൽ പ്രതിരോധ പങ്കാളികൾ രൂപപ്പെടുന്നത് കാണാൻ കഴിയും. സൈനിക സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇത് മറ്റ് കയറ്റുമതികൾക്ക് സഹായകമാവുന്നു. വാസ്തവത്തിൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ASEAN, മിഡിൽ ഈസ്റ്റ് എന്നിവയിലെ മറ്റു രാജ്യങ്ങൾ ബ്രഹ്മോസുമായി പങ്കാളിത്തത്തിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ സർക്കാരിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യ, പ്രത്യേകിച്ച് പ്രളയ് തന്ത്രപരമായ മിസൈലിൻ്റെ വാങ്ങൽ ഫിലിപ്പീൻസ് സർക്കാർ ലക്ഷ്യമിടുന്നു. ആസിയാനിൽ നിന്ന് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുമായി കൂടുതൽ ആഴത്തിൽ സഹകരിക്കാനും ഈ വാങ്ങൽ ഫിലിപ്പീൻസിന് സഹായകമാകും. വിപുലവും ഏകോപിതവുമായ സൈനിക സാങ്കേതിക സഹകരണങ്ങൾ അവരുടെ അന്താരാഷ്ട്ര നയത്തിൻ്റെ മുൻപന്തിയിലാണ് ഇപ്പോൾ. ഇന്ത്യയുടെ പ്രധാന ആയുധ കയറ്റുമതി നൂതന മിസൈൽ സംവിധാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. വിവിധതരം സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ രാജ്യം വികസിച്ചിട്ടുണ്ട്. ATAGS അഡ്വാൻസ്ഡ് ടൗഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം കയറ്റുമതി ചെയ്യുന്നതിനും പിനാക മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ കയറ്റുമതി ചെയ്യുന്നതിനുമായി ഇന്ത്യ അർമേനിയയുമായി കരാറുകളിൽ ഒപ്പുവെച്ചു. ഇത് ഇന്ത്യയുടെ ആയുധ കയറ്റുമതി കഴിവുകളും ആഗോള മേഖലയിൽ പ്രവർത്തിക്കാനുള്ള കഴിവും വ്യക്തമാക്കുന്നു. റഷ്യയുടെ അഭാവത്തിൽ ഇന്ത്യയും ഫ്രാൻസും അർമേനിയയുടെ പ്രധാന ആയുധ വിതരണക്കാരായി മാറി. നാഗർണോ കറാബാക്ക് യുദ്ധത്തിൽ അർമേനിയയെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനാൽ റഷ്യയുമായുള്ള ബന്ധത്തിൽ നിന്ന് ഏറെക്കുറെ പിന്മാറിയ അർമേനിയയ്ക്ക് ഇപ്പോൾ ഇന്ത്യയും ഫ്രാൻസുമാണ് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ ATAGS തോക്കുകളുടെ സവിശേഷതകളെ
അർമേനിയയുടെ സൈന്യം ഇപ്പോൾ അഭിനന്ദിക്കുകയാണ്. ഈ തോക്കുകളുടെ ചലനശേഷി, വിശ്വാസ്യത, ദീർഘദൂര കൃത്യത തുടങ്ങിയ സവിശേഷതകൾ മറ്റു പീരങ്കികളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്നു. ഇക്കാരണത്താൽ അർമേനിയയിൽ വിതരണം ചെയ്യാൻ 80 ATAGS കൂടി അർമേനിയ ഓർഡർ ചെയ്തു. വളർന്നു വരുന്ന ഒരു വിതരണക്കാരൻ എന്ന നിലയിൽ ഇന്ത്യയുടെ വിശ്വാസ്യതയിലും മറ്റും ഈ കരാർ ഒരു നാഴികക്കല്ലാണ്. ഇത് കയറ്റുമതിക്കാരുടെ പരിമിതികൾ അവശേഷിപ്പിച്ച നിർണായക ഒരു നാഴികക്കല്ലാണ്. ATAGSന്റെ ഈ വിജയവും കാശ്മീർ പോലുള്ള ഭൗമരാഷ്ട്രീയ വിഷയങ്ങളിൽ അർമേനിയയ്ക്കുള്ള ഇന്ത്യയുടെ സ്ഥിരമായ പിന്തുണയും ചേർന്ന് വൻ ശക്തികൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ബദലായി ഇന്ത്യയുടെ പങ്ക് സ്ഥാപിക്കുന്നുണ്ട് ഈ വിൽപ്പനകൾ. ഇന്ത്യയുടെ സ്വാശ്രയ എയ്റോസ്പേസ് കഴിവുകളുടെ പ്രതീകമായ LCA തേജസ് രാജ്യത്തിൻ്റെ സാങ്കേതികവിദ്യ കയറ്റുമതി ചെയ്യാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു. മാർക്ക് 1A വേരിയൻറ്റിൻ്റെ 180 എണ്ണം സ്വന്തമാക്കുന്നതിലൂടെ ഇന്ത്യൻ വ്യോമസേന വൻതോതിലുള്ള ഉൽപ്പാദനത്തിന് വഴിയൊരുക്കി. അർജന്റീന, ഈജിപ്റ്റ്, നൈജീരിയ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് തേജസ്സിനോടുള്ള താൽപ്പര്യം ജനിപ്പിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ത്യയുടെ പ്രതിരോധ ഉൽപ്പാദന വ്യവസായം നേരിടുന്ന നിർണായകമായ ഒരു പ്രശ്നത്തിൻ്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ് തേജസ്. വിദേശ ഉൽപ്പന്ന ഘടകങ്ങളെ വളരെയധികം ആശ്രയിക്കൽ തന്നെയാണ് ആ പ്രശ്നം. ബ്രിട്ടീഷ് ആയുധ ഉപരോധം നിരവധി തേജസ് ഘടകങ്ങളെ, പ്രത്യേകിച്ച് മാർട്ടിൻ ബേക്കർ എജക്ഷൻ സീറ്റിനെ ബാധിച്ചു. അതുകൊണ്ട് തന്നെ അർജന്റീനിയൻ കരാർ ഏതാണ്ട് റദ്ദാക്കുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. തേജസ് ഒരു ഇന്ത്യയിൽ നിർമ്മിച്ച വിമാനമാണ്. അതിൻ്റെ ഘടകങ്ങളിൽ 65% തദ്ദേശീയമാണ്. എന്നാൽ ഒരു ചെറിയ ഭാഗം ബാധിക്കപ്പെട്ടാൽ ഇന്ത്യക്ക് $1 ബില്യൺ കരാർ നഷ്ടപ്പെടും എന്നത് അതിശയകരമാണ്. ഇന്ത്യക്ക് പ്ലാറ്റ്ഫോമും ഫ്രെയിമും ഉണ്ടായിരിക്കാമെങ്കിലും മറ്റു വികസിത രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന സാങ്കേതികവിദ്യ ഈ സാഹചര്യം വീണ്ടും തുറന്നു കാട്ടുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യ ഒരു തദ്ദേശീയമായ ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സാങ്കേതിക വിദ്യകൾ യഥാർത്ഥത്തിൽ പ്രാവർത്തികമാകുന്നതുവരെ, പലതും തദ്ദേശീയമാകുന്നതുവരെ പല ആയുധങ്ങളുടെയും വിമാനങ്ങളുടെയും എല്ലാം തന്നെ കയറ്റുമതി പദ്ധതികളെല്ലാം തന്നെ അതിന് അനവധി പരിമിതികൾ അവശേഷിക്കുന്നുണ്ട്. കയറ്റുമതി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധ വ്യവസായത്തിന് ആഴത്തിനുള്ള തന്ത്രപരമായ പ്രാധാന്യമുണ്ട്. ചില ആയുധഭാഗങ്ങളും സാങ്കേതിക വിദ്യകളും വാഗ്ദാനം ചെയ്യുന്നതിനായി വിദേശ വിതരണക്കാരെ ചരിത്രപരമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് ഇന്ത്യക്ക് അതിൻ്റെ തന്ത്രപരമായ നയത്തിൽ കാര്യമായ നിയന്ത്രണം പ്രയോഗിക്കാനുള്ള അവസരം ലഭിക്കുന്നു. വിദേശ രാജ്യങ്ങളുടെ യന്ത്രഭാഗങ്ങളും മറ്റുമൊക്കെ ഇറക്കുമതി ചെയ്യുന്നതിലൂടെ നമുക്ക് അനവധി പരിമിതികൾ അവശേഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇപ്പോൾ പ്രാദേശികമായി ആയുധങ്ങൾ പൂർണ്ണമായി നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ആയുധങ്ങൾ മറ്റുള്ളവർക്ക് വിൽക്കാൻ മറ്റുള്ളവരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.